വോട്ട് കൊള്ളയ്ക്കെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് അധികാർ യാത്ര നാളെ സമാപിക്കും. ബീഹാറിലെ പട്നയിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കുന്ന പദയാത്രയോടുകൂടിയാണ് സമാപനം. എം.എ. ബേബി, അഖിലേഷ് യാദവ്, ഡി രാജ, കെ.സി. വേണുഗോപാൽ, ഡെറിക് ഒബ്രിയാൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. 24 ജില്ലകളിലൂടെ 16 ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരായ എം.കെ. സ്റ്റാലിൻ, സിദ്ധാരാമയ്യ, ഹേമന്ത് സോറൻ, റേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് സുക്കു, ഒമർ അബ്ദുള്ള എന്നിവർ വിവിധ ഘട്ടങ്ങളിൽ റാലിയിൽ പങ്കെടുത്തിരുന്നു. അബ്ദുൾ റഷീദ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. റഷീദ്, ഒരു വലിയ ഓളം സൃഷ്ടിക്കാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ വലിയ തോതിൽ ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഈ യാത്രയിലൂടെ ഉണ്ടായിരിക്കുന്നു. ഷമ്മി, തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ട് കൊള്ള ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ജനപിന്തുണയോട് കൂടിയിട്ടുള്ള സമരം നടന്നിട്ടുള്ളത്. വോട്ടർ അധികാർ യാത്ര 16 ദിവസം പൂർത്തിയാക്കി ഇന്നൊരു ഇടവേളയ്ക്ക് ശേഷം നാളെ വലിയ പ്രക്ഷോഭത്തിലൂടെ സമാപിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും ഈ സമാപന പദയാത്രയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. CPIM ജനറൽ സെക്രട്ടറി M.A. ബേബിയും CPI ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയ നിരവധി നേതാക്കൾ ഈ പദയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യും. നാളെ 9 മണിയോടുകൂടി ബീഹാറിലെ പട്നയിലാണ് ഈ പദയാത്ര ആരംഭിക്കുകയും ചെയ്യുക. വിവിധ നേതാക്കൾ ഇതിനോടകം തന്നെ ഈ യാത്രക്ക് ജനപിന്തുണയുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പിന്തുണയുമായി എത്തുകയും ചെയ്തിരുന്നു. വിവിധ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെയും ഈ യോഗങ്ങളിലും റാലികളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു ജനപിന്തുണ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പദയാത്ര നടക്കുന്നത്. ഈ യാത്രയിൽ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ പട്നയിൽ നടക്കുന്ന ഈ യാത്രക്കും വലിയ ജനപിന്തുണ ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ ബീഹാറിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് SIR നീട്ടിക്കൊണ്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമത്തിനെതിരെ വലിയ ചെറുത്തുനിൽപ്പ് നടത്തുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തീർക്കാൻ BJPയും ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ളൊരു നീക്കം ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇരു പാർട്ടികളും, അതായത് NDA ഘടകവും ഇന്ത്യ സഖ്യവും ഒരുപോലെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടിയാണ് നാളെ പട്നയിൽ കാണാൻ സാധിക്കുക. വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.